ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ലിസുമോളുടെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ്. ആൾക്ക് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ സ്കൂൾ തുറക്കുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ലീവൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ടാവും. അപ്പോൾ അവൾ നല്ല ഉറക്കത്തിലാണ്. ഉറക്കത്തിൽ നിന്ന് നീക്കാൻ ഭയങ്കര മടിയുള്ള ആളാണ് കേട്ടോ. അവൾ നീക്കുമ്പോൾ അല്ലാതെ നമ്മൾ പോയി വിളിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഒച്ചപ്പാടൊക്കെ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇപ്പം ഇന്ന് നേരത്തെ നീക്കണമല്ലോ, ഞാൻ പോയിട്ടൊന്ന് വിളിച്ചു നോക്കട്ടെ. റിസോ, അപ്പൊ ഇനി എങ്ങനെ നമ്മൾ ഡെയിലി സ്കൂളിൽ പോവതൊക്കെ നേരത്തെ നീക്കണം? പോണ്ടേ? സ്കൂളിൽ പോണ്ടേ? നല്ല കുട്ടിയായിട്ട് നീക്ക്. ഇരുന്നുറങ്ങ. സ്കൂളിൽ പോണ്ടേ? ബാ, നീച്ച് കുളിക്കുക. വാ, നീക്കേ നീക്കേ. ഇന്ന് ബസ്സിലല്ല, ഇന്ന് ഉമ്മയും ഉപ്പച്ചിയൊക്കെ കൊണ്ടാക്കി തരും. നാളെ സ്കൂൾ ബസ്സിൽ. അവളിതാ ഒരുങ്ങി സുന്ദരിയായിട്ടുണ്ട്. ആളിന്ന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളല്ലേ അതിൻ്റെ. ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കട്ടോ, നേരത്തെ നീക്കുമോ എന്താണെന്നറിയില്ല. ഇന്നിപ്പോൾ ഫസ്റ്റ് ഡേ ആവട്ടെ നേരത്തെ നീച്ചിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ രാവിലെ നീക്കാൻ പൊതുവേ മടിയുള്ള ആളാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ശരിയാവുമായിരിക്കും. എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയല്ലേ. പിന്നെ അവൾക്കുള്ള സ്നാക്കൊക്കെയാണ് ബാഗിൽ കരുതിയിട്ടുണ്ട് കേട്ടോ. രാവിലെ 10 മണിയാകുമ്പോഴേക്കാണ് സ്കൂളിൽ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങോട്ട് എത്തുമ്പോഴേക്കിന് കുറച്ച് നേരം ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്കുള്ള സ്നാക്കൊക്കെ ഞാൻ ബാഗിൽ വെച്ചിട്ടുണ്ട്. ഈ ഒരു വീഡിയോക്ക് ഞാൻ പിന്നീട് വോയിസ് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓൺ വോയിസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ സൗണ്ട് കാരണം നമ്മൾ പറയുന്നത് അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിയർ ആവില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പിന്നീട് വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ പാരൻസിനുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസും പിന്നെ LKG UKG സ്റ്റുഡൻസിന് ഇപ്രാവശ്യം മുതൽ അവിടെ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പാരൻസിന് ഇങ്ങനെ പറഞ്ഞു തന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ കുട്ടികളെ ക്ലാസ് റൂമിലേക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ലിസു ഭയങ്കര കുറുമ്പായിരുന്നു. കുറച്ച് നേരം എൻ്റെ അടുത്ത് ഇരുന്നാൽ പിന്നെ നോക്കുമ്പോൾ ആളെ കാണില്ല. അപ്പോൾ നോക്കുമ്പോൾ ആ ടീച്ചറെ കയ്യിൽ നിന്ന് മിഠായി മേടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ആൾ.
ഇങ്ങനെ ഇതാ അവരെ ക്ലാസ്സിലൊക്കെ കൊണ്ടുപോയി ഇരുത്തി മാമിനെയൊക്കെ പരിചയപ്പെട്ടു. പിന്നെ അവർക്ക് മിഠായിയൊക്കെ കൊടുത്തു. അപ്പോൾ ഇന്ന് പാരൻസൊക്കെ കൂടെ ഉണ്ടായിട്ടോ തോന്നുന്നു. ആരും അങ്ങനെ വല്ലാതെ ഇന്ന് വാശി പിടിക്കുന്നില്ല. 1-2 പേരൊക്കെ ഉള്ളൂ ചെറിയൊരു കുറുമ്പൊക്കെ കാണിച്ചിട്ട്. അപ്പോൾ ഇന്ന് എല്ലാവരും നല്ല ഹാപ്പിയിലാണ്. ഇനി നാളെ മുതൽ ഈവനിങ് വരെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാവും എന്തോന്നാവോ. ലാസ്റ്റ് കുട്ടികളായിട്ടൊക്കെ ഒരു പാട്ടൊക്കെ പാടിച്ചു. നമ്മുടെ ലിസുമോൾ നല്ല അടിപൊളിയായിട്ടൊരു പാട്ടൊക്കെ പാടി. അതിൻ്റെ ഇടയിൽ കുട്ടികളുടെ സൗണ്ടും ഒക്കെ ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആ ഒരു ഭാഗത്തെ സൗണ്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അവളുടെ യൂണിഫോം മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. യൂണിഫോം സ്കൂളിൽ നിന്ന് തന്നെ ആൻറ്റോ സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ടൈം ഒരുപാടായി. വിശന്നിട്ടൊരു വഴിക്കായി. വിശന്നിട്ട് കണ്ണ് കാണാൻ പാടില്ല എന്നൊക്കെ പറയില്ല, ആ ഒരു സ്റ്റേജിലെത്തി. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. അപ്പോൾ ഇത്രയുള്ളൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.